സുരേഷ് ഗോപി മന്ത്രി തന്നെ എന്നൊരു വാർത്തകൾ പുറത്തു വരുന്നു. മഹേഷ്, അത്തരം വിവരങ്ങൾ ഡൽഹിയിൽ കൂടെ സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. സുരേഷ് ഗോപി കേന്ദ്ര സ്ഥാനത്തേക്ക് എത്തുമെന്ന കാര്യത്തിൽ ശരി മഹേഷ് തുടരുക. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് രുചീഷും കൂടി നമുക്കിപ്പം തുടരുന്നുണ്ട്. രുചീഷ്, ഏറ്റവും ഒടുവിൽ ആകാംക്ഷയ്ക്കൊക്കെ ഒരു വിരാമമിട്ട് സുരേഷ് ഗോപി മന്ത്രി തന്നെ നരേന്ദ്രമോദി നേരിട്ട് വിളിച്ചു, അടിയന്തരമായി എത്താൻ ആവശ്യപ്പെട്ടു എന്നുള്ള തരത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നു. സുരേഷ് ഗോപി അങ്ങനെ ഇന്നു തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമോ? വകുപ്പ് എന്ത് എന്നത് സംബന്ധിച്ച് തീരുമാനമായോ? ഏറ്റവും പുതിയ വിവരങ്ങൾ രാജ്യ തലസ്ഥാനത്ത് നിന്നും. സേതുലക്ഷ്മി, എന്തായാലും സുരേഷ് ഗോപിയുടെ കുടുംബം കൂടി ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ആ നിലയ്ക്ക് അദ്ദേഹം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. കാരണം സാധാരണഗതിയിൽ സുരേഷ് ഗോപിയുടെ ഏതെങ്കിലും തരത്തിൽ ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ കുടുംബത്തെ കൊണ്ടുവരാറില്ല. കഴിഞ്ഞ ദിവസം അങ്ങനെ വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുടുംബം കൂടി ഈ ഒരു പശ്ചാത്തലത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് വരാൻ തയ്യാറാകുമ്പോൾ അത് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ കരുതേണ്ടത്. അഥവാ ഇന്ന് ഉണ്ടായില്ലെങ്കിൽ കൂടി അടുത്ത ദിവസങ്ങളിലേക്ക് അത് മാറിയാൽ മാത്രമേ അതിലൊരു അനിശ്ചിതത്വത്തിൻ്റെ കാര്യമുള്ളൂ. പക്ഷേ അദ്ദേഹം മന്ത്രിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം പ്രധാനമന്ത്രി നേരിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട്. കാരണം സുരേഷ് ഗോപി മാത്രമാണ് ദക്ഷിണേന്ത്യയിൽ അവർക്ക് ഇപ്പോൾ ദക്ഷിണേന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിലും കേരളത്തിലുമായി ചൂണ്ടിക്കാണിക്കാൻ ഒരു തരത്തിൽ രണ്ട് സംസ്ഥാനങ്ങളെയും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകം സുരേഷ് ഗോപി രണ്ട് സംസ്ഥാനങ്ങളിലെയും സിനിമകളിൽ അഭിനയിച്ചു എന്ന് മാത്രമല്ല ആ തരത്തിൽ ഒരു സ്വാധീനമുള്ള ഒരാൾ കൂടിയാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ അദ്ദേഹം ജയിച്ചു എന്നത് മാത്രമല്ല മറ്റ് പല കാര്യത്തിലും നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടെ വലിയ തരത്തിൽ ഭൂരിപക്ഷം കിട്ടുന്ന തരത്തിലേക്ക് മാറിയത്, കേരളത്തിന്റെ മുഖമായി മാറുന്നത്, അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPയുടെ കേരളത്തിലെ മുഖമായി മാറ്റാൻ പറ്റുന്ന ഒരു നേതാവ് അദ്ദേഹം തുടക്കം മുതൽ തന്നെ മന്ത്രിസഭയിൽ ഉണ്ടാകണം എന്ന ആവശ്യം തന്നെയാണ് കേന്ദ്ര നേതാക്കൾ നേരത്തെ തന്നെ അദ്ദേഹത്തെ അറിയിച്ചത്. കേന്ദ്ര നേതാക്കളോട് അദ്ദേഹം വിമുഖത പറഞ്ഞെങ്കിലും പ്രധാനമന്ത്രിയോട് അങ്ങനെ പറയാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇതൊരു തർക്കത്തിലേക്ക് പോകില്ല, തർക്കത്തിൽ പോകാതെ തന്നെ രമ്യമായി തന്നെ ഇത് പരിഹരിക്കും എന്ന് തന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ സുരേഷ് ഗോപി എന്തായാലും ഡൽഹിയിലേക്ക് വിമാനം കയറാനായി വിമാനത്താവളത്തിലേക്ക് പോയി കഴിഞ്ഞു. ആ 12:30 വിമാനത്തിൽ ഇങ്ങോട്ടേക്ക് ഡൽഹിയിലേക്ക് എത്തുമെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോർജ് കുര്യനെ കൂടി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ കേരള ഹൗസിൽ അദ്ദേഹം ഉണ്ട്. കേന്ദ്ര നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം കൂടി മന്ത്രിസഭയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ ഉണ്ട്. സേതുലക്ഷ്മി.